2026 നോമ്പുകാല ചിന്തകളുടെ 8ാം ദിവസത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുവാൻ സാധിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. യേശു പറഞ്ഞു, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. നിങ്ങളുടെ സഹനശക്തി എനിക്ക് ആശ്വാസവും ആത്മധൈര്യവും പ്രദാനം ചെയ്യുന്നു എന്ന് സമ്മതിച്ചുകൊള്ളട്ടെ. ഇന്ന് നോമ്പുകാല ചിന്തയായി എൻ്റെ മനസ്സിൽ രൂപം കൊണ്ടിട്ടുള്ളത് വർഗീയ കോവിഡും ആത്മീയ ആരോഗ്യവും എന്നുള്ളതാണ്. വർഗീയ കോവിഡും ആത്മീയ ആരോഗ്യവും. ക്രിസ്ത്യാനികൾ വർഷത്തിൽ 40 ദിവസം ഇപ്രകാരം നോമ്പായി ആചരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആത്മീകമായ ആരോഗ്യം പ്രാപിക്കുക എന്നുള്ളതാണല്ലോ. എങ്കിലും അത് എപ്രകാരമാണ് പ്രാപിക്കേണ്ടത് എന്തന്വേഷിക്കുകയോ അല്ലെങ്കിൽ ആത്മീകമായ ആരോഗ്യം എന്ത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സമീപനമോ, അതെപ്രകാരമാണ് പ്രാപിക്കേണ്ടത് എന്നൊരു അന്വേഷണമോ സാധാരണഗതിയിൽ നോയമ്പ് ആചരിക്കുന്ന വിധത്തിൽ ദൃശ്യമാകാറില്ല എന്നത് ഒരു സാധാരണ അനുഭവമാകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയുടെ ഉള്ളടക്കം എൻ്റെ മനസ്സിൽ വളരെ ശക്തമായി പതിക്കുവാൻ ഇടയായത്. കോവിഡ് നമുക്ക് ഓർമ്മയുണ്ട്. ഒരുപക്ഷെ അതിലെല്ലാവരും ഓർത്തിരിക്കുന്നത് സാമൂഹ്യ അകലം പാലിപ്പാൻ ആ കാലങ്ങളിൽ നാം നിർബന്ധിതരായിരുന്നു. സോഷ്യൽ ഡിസ്റ്റൻസ്, അടുത്തുകൂടാ, അകലെ നിൽക്കണം, അടുത്തു പോയാൽ രോഗം പിടിക്കും. നമ്മുടെ മതജീവിതവും ഇത് തന്നെയല്ലേ. കോവിഡ് വന്നു പോയി, പക്ഷേ 4 വർഷം നാം തടങ്കലിൽ പെട്ട പോലെ ആയിരുന്നിട്ടും ആ അവസ്ഥയിൽ കൂടെ നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കാൻ എത്ര പേർ കൂട്ടാക്കിയെന്ന് എനിക്കറിയില്ല. പലപ്പോഴും അനുഭവങ്ങൾ കല്ലിൻ്റെ പുറത്ത് വീഴുന്ന മഴത്തുള്ളി പോലെ ഒലിച്ചു പോകുകയാണ്. അത് നമ്മെ വിളിച്ച് അറിയിക്കുവാൻ താല്പര്യപ്പെടുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാൻ നാം കൂട്ടാക്കുന്നില്ല എന്നത് വളരെ നിരാശാജനകം തന്നെയാണ്. ഏതായാലും നമുക്ക് മുൻപോട്ട് പോകാം. ചില അനുഭവങ്ങൾ സൂചിപ്പിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആശയം കുറച്ചുകൂടെ വ്യക്തമാക്കുവാൻ അത് സഹായിക്കും, അത് മനസ്സിലാക്കാൻ എളുപ്പമാകും എന്നതുകൊണ്ട് ഞാൻ അപ്രകാരം ചെയ്യട്ടെ. ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലായിരിക്കുമ്പോൾ അനേക വർഷങ്ങൾക്ക് മുൻപ്, ഒരു 40 വർഷത്തിന് മുൻപ്, കോളേജിൻ്റെ ഉള്ളിലൊരു ചാപ്പലുണ്ട്. ഞാൻ അവിടുത്തെ ചാപ്ലിനായി 12 വർഷം ജോലി നോക്കിയിട്ടുണ്ട്. ആ സമയത്ത് മറ്റെങ്ങും ആരാധിക്കാൻ പോകാത്ത വിദ്യാർത്ഥികളെയും പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ സന്ദർശനത്തിനായി വരുന്ന വിസിറ്റിംഗ് പ്രൊഫസേഴ്സായിട്ട് വരുന്ന ക്രിസ്ത്യാനികളെയും ഉദ്ദേശിച്ച് ഒരു ആരാധന ആരംഭിച്ചു, ഞായറാഴ്ച ആരാധന. അതിൽ പല ആളുകളും വന്ന് അവർ ഡൽഹി യൂണിവേഴ്സിറ്റിയിലായിരുന്ന കാലത്തൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ വിശ്വവിഖ്യാതനായ ഒരു ഫിലോസഫർ, ഒരു ജർമ്മൻ ഫിലോസഫർ, പ്രൊഫസർ വിക്ടോറിയോ ഹൂസ്ലർ, അദ്ദേഹം ഒരു കത്തോലിക്കനായിരുന്നിട്ട് പോലും വളരെ താല്പര്യത്തോടെ ഒരു ഞായറാഴ്ച പോലും വിടാതെ ആരാധനയ്ക്ക് പങ്കെടുക്കുവാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ വരുമായിരുന്നു. അത് ഞാൻ ഈ തരത്തിൽ ഓർത്തു പോകാൻ. എന്നാൽ വേറൊരു കത്തോലിക്കൻ, അദ്ദേഹത്തിൻ്റെ പേര് ലോറൻസ് പോൾ എന്നായിരുന്നു. അദ്ദേഹം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ലൈബ്രറിയനായിരുന്നു. അപ്പോൾ ഞായറാഴ്ച ഈ ചാപ്പലിലുള്ള ആരാധനയിൽ പങ്കെടുക്കാൻ അദ്ദേഹം വന്നു തുടങ്ങി. 2-3 ഞായറാഴ്ചകൾ കഴിഞ്ഞ ശേഷം ലോറൻസ് പോൾ വരുന്നത് നിന്നുപോയി. അപ്പോൾ ലൈബ്രറിയിൽ ഞാൻ ബുക്ക് എടുക്കാൻ ചെന്നപ്പോൾ ലോറൻസ് പോളിനെ കണ്ടു ചോദിച്ചു, എന്താ വരുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ ഞായറാഴ്ച? പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ
ഞാൻ നിങ്ങളുടെ കൂടെ ആരാധിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹം എന്നെ വിളിച്ച് ഒത്തിരി വഴക്ക് പറഞ്ഞു, താക്കീത് നൽകി, എന്നെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് വരാൻ സാധ്യമല്ല. അപ്പോൾ ഒരു കത്തോലിക്കൻ്റെ മതപരമായ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ കോവിഡ് പോലെയാണ് വർഗീയ ഡിസ്റ്റൻസ്, കമ്മ്യൂണൽ ഡിസ്റ്റൻസ് പാലിക്കണം എന്നതാണ്. ഇത് ഒരു കത്തോലിക്ക പുരോഹിതൻ്റെ മാത്രം ജ്വരമല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് കേരളത്തിൽ സീറോ മലബാർ സഭയുടെ പാലായിലെ ബിഷപ്പ് കല്ലറങ്ങാട്ട് തൻ്റെ രൂപതയിലുള്ള പെൺകുട്ടികളെ മുസ്ലിം യുവാക്കന്മാർ പ്രേമിച്ച് കെട്ടി അവരെ കൊണ്ട് നാട് കടക്കുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ പെൺകുട്ടികൾ സുരക്ഷിതരല്ല, സർക്കാർ സംരക്ഷിക്കണം എന്ന് മുറവിളി കൂട്ടിയത് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ പെൺകുട്ടികൾ അത്ര ബലഹീനരാണ്. ആരെങ്കിലും അടുത്തുകൂടെ പോയാൽ അവിടെ സമനില തെറ്റിപ്പോകും. അതുകൊണ്ട് ഞങ്ങളെ അവരിൽ നിന്ന് സംരക്ഷിക്കണം എന്ന് വിളിച്ചു പറയാൻ ഒരു മെത്രാന് യാതൊരു സങ്കോചവുമില്ല. ഇതിൻ്റെ വേറൊരു ആവിഷ്കാരമാണ് ശബരിമലയിൽ അയ്യപ്പൻ. അയ്യപ്പൻ എല്ലാവരെയും സഹിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ അവിടെ ചെന്നാൽ അയ്യപ്പൻ്റെ സമനില തെറ്റിപ്പോകും, അല്ലെങ്കിൽ എന്താ പറയുക, നൈഷ്ഠിക ബ്രഹ്മചര്യയുടെ സമനില തെറ്റിപ്പോകും. അപ്പോൾ അയ്യപ്പനെ സ്ത്രീകളിൽ നിന്ന് സംരക്ഷിക്കണം. ഇപ്പം നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ സ്പീക്കറായ ഓം ബിർല ചരിത്രപുരുഷനായ നരേന്ദ്രമോദിയെ സ്ത്രീകളായ പാർലമെൻറ്റ് അംഗങ്ങളിൽ നിന്ന് രക്ഷിക്കണം എന്ന ഒരു നിലപാടെടുത്തതുപോലെ ഇതെല്ലാം ഇപ്രകാരമാണ് എന്ന് മനസ്സിലാക്കുക. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം ഇതെല്ലാം ബലഹീനതകളുടെ പ്രതികരണ രീതിയാണ് എന്നുള്ളതാണ്. ആരോഗ്യമില്ലാത്ത ഒരു നിലപാടിൽ, ആത്മധൈര്യമില്ലാതെ, തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ, പരിചിതമായ അവസ്ഥകളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നിനെയും അഭിമുഖീകരിക്കാനുള്ള ശക്തിയോ തൻ്റെ ഇടവോ ആത്മധൈര്യവുമില്ലാതെ മനുഷ്യ കാട്ടിക്കൂട്ടുന്ന അല്പത്തരങ്ങളും പീറത്തരങ്ങളുമാണ് ഇവയെന്ന് ദയവായി മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സമീപനമാണ് യേശുക്രിസ്തു നടപ്പാക്കിയിരുന്നത്, നിലനിർത്തിയിരുന്നത് എന്ന് ഈ നോമ്പ് കാലത്ത് തിരിച്ചറിയുന്നത് പ്രയോജനം ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഇനി നമുക്കതിൻ്റെ സകാരാത്മകമായ 1-2 ഉദാഹരണങ്ങൾ യേശുവിൻ്റെ ജീവിത പരസ്യ ശുശ്രൂഷയുടെ ഭാഗമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം, ഒന്ന് ഓർക്കാൻ ശ്രമിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ യേശു യെരിഹോവിലേക്ക് പോകുന്നതായും അവിടെ യഹൂദന്മാരാൽ വെറുക്കപ്പെട്ട ധനാഢ്യനായ ഒരു മനുഷ്യൻ, അവൻ ചുങ്കം പിരിക്കുന്നവരിൽ അഗ്രഗണ്യനാണ്, അവൻ്റെ പേര് സഖായി എന്നാണ്. നല്ലവരായ ഒരു യഹൂദനും ഒരു ചുങ്കം പിരിക്കുന്നവൻ്റെ വീട്ടിൽ പോകരുത്, അവനുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കരുത് എന്നത് ചുങ്കം പിരിക്കുന്നവർ റോമ സാമ്രാജ്യത്തിൻ്റെ കാലാൾപ്പടയാള് എന്നും അവർ യഹൂദന്മാരെ നശിപ്പിക്കുന്ന ശക്തികളോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ അഭിമാനവും അവരുടെ ചുമതലയും വിറ്റ് പണം ഉണ്ടാക്കുന്നവരാണ്, അവർ നികൃഷ്ടജീവികളാണ് എന്ന കാഴ്ചപ്പാടിരിക്കെ യേശു അങ്ങനെയുള്ളൊരു വ്യക്തിയുമായി കണ്ടുമുട്ടുക മാത്രമല്ല, അവനോട് പറയുന്നു, ഇന്ന് ഞാൻ നിന്നോട് കൂടെ പാർക്കേണ്ടതാണ്. അത് അന്ന് ഉണ്ടായിരുന്ന യഹൂദ മത പുരോഹിതന്മാർ നിഷ്കർഷിച്ചതിന് തുലവും വ്യത്യസ്തമാണ്, നേരെ ഘടകവിരുദ്ധമാണ്. അവർ പറയും ഒരിക്കലും അത് ചെയ്യരുത്, കാരണം അങ്ങനെ നീ ഒരു പാപിയായ ചുങ്കക്കാരൻ്റെ അടുത്ത് പോയി താമസിച്ചാൽ നിന്റെ ആത്മീയമായ ജീവിതം 100%
തകർന്ന് തരിപ്പണമാകും. അതുപോലെ തന്നെ യഹൂദൻ കാത്തു സൂക്ഷിച്ചൊരു പ്രമാണമാണ്, അധപ്പതിച്ചു പോയ സ്ത്രീകളോട് ഒരു വിധത്തിലും സംവദിക്കരുത്. ശമരിക്കാരി സ്ത്രീയോട് യേശു ഇടപെട്ട വിധം നമുക്ക് അറിയാം. അതൊരു യഹൂദ മത നേതാവും ഒരു റബിയും ചെയ്യാൻ ധൈര്യപ്പെടുന്ന കാര്യമല്ല. അതുപോലെ വേറൊരു ഉദാഹരണം പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഒരു കുഷ്ഠരോഗം ബാധിച്ച മനുഷ്യൻ, കുഷ്ഠരോഗി, യേശുവിൻ്റെ അടുത്തു വരാൻ പോലും ധൈര്യം കാണിക്കാതെ ദൂരെ നിന്ന് നീ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് പറയുമ്പോൾ യേശു കൈ നീട്ടി അവനെ തൊട്ടു എന്ന് പറയുന്നുണ്ട്. അതും മതം ഒരു കോവിഡ് പോലെയാണ് മനുഷ്യൻ മനസ്സിലാക്കുന്നത്. മതപരമായ നിയമങ്ങൾ ഇപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്, പക്ഷെ ആത്മീയതയോ നേരെ മറിച്ചാണ് എന്ന് തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന വളരെ ശക്തിയേറിയ ഉദാഹരണങ്ങളാണ്. ഇങ്ങനെ അനേക ഉദാഹരണങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. എന്നാൽ ഇത്രയും കൊണ്ട് നമുക്ക് തൽക്കാലം തൃപ്തിപ്പെടാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ യേശുവിൻ്റെ കാഴ്ചപ്പാടും അന്നത്തെ മത പുരോഹിതന്മാരുടെ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് നാം തിരിച്ചറിയാനിടയായി എന്ന് ഞാൻ കരുതുകയാണ്. എങ്ങനെയാണ് ഈ വ്യത്യാസം ഉണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. യഹൂദന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനകളിൽ ഒന്നാണ്, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം എന്നുള്ളത്. അത് കാണപ്പാടമറിയാത്ത ഒരു പുരോഹിതനുമില്ല, ഒരു യഹൂദനുമില്ല. എന്നാൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അറിയുന്ന ആരും ഉണ്ടായിരുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് നാം ദൈവത്തെ സ്നേഹിക്കേണ്ടത്? പലരും വിചാരിക്കുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുന്നത് ദൈവത്തോട് കാണിക്കുന്ന ഔദാര്യമാണ് എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയ പോഷത്വം നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ആത്മീയമായി നൽകപ്പെട്ടിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൽപ്പനകളും നാം ആയിത്തീരേണ്ട അവസ്ഥയിൽ എത്തിച്ചേരുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും സഹായിക്കുന്നതുമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുണത്തിനും പ്രയോജനത്തിനും വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിച്ചാൽ എന്ത് സംഭവിക്കുന്നു? ഇത് വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു അത്യാവശ്യം നമുക്കുണ്ട്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ ആദ്യം ഉദ്ധരിച്ചതുപോലെയുള്ള കോമാളിത്തരം വളരെ ഭക്തിയോടുകൂടെ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നാം ദൈവത്തെ സ്നേഹിക്കുക, അത് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശരീരത്തോടും എന്നൊക്കെ പറയുമ്പോൾ, പൂർണ്ണത എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവ ആത്മാവുമായി ഒന്നായിത്തീരുന്ന അവസ്ഥയിൽ നാം ആയിത്തീരണമെന്നാണ് ഈ പറയുന്നത്. ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇത് യവന ദാർശനികതയുടെ അംഗമായിരുന്ന പ്ലോട്ടാനസിൻ്റെ ചിന്തകൾ യേശുവിൻ്റെ ചിന്തകളോട് ചേർത്ത് വായിച്ച് ഇതിൻ്റെ അർത്ഥം വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ളതാകയാൽ നിങ്ങളത് ഓർത്തിരിക്കുമെന്ന പ്രത്യാശയിൽ അതിവിടെ ആവർത്തിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഇത്രമാത്രം ഈ തരുണത്തിൽ ഓർത്തെടുക്കുന്നത് അനിവാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. മനുഷ്യൻ്റെ ആത്മാവ് അവനെയും അവൻ്റെ സൃഷ്ടികർത്താവായ ദൈവത്തെയും ഘടിപ്പിക്കുന്ന മർമ്മമാണ്. Your soul is the highest point of contact between you and God. എന്നാൽ ആ ആത്മാവ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഘടകമായിരിക്കുമ്പോൾ തന്നെ അത് ശരീരത്തോടുള്ള ബന്ധത്തിൽ ശരീരത്തിൽ ആണ്ടുപോയിട്ട് സൃഷ്ടികർത്താവിനെ മറന്ന അവസ്ഥയിലായിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. ആ അവസ്ഥയുടെ പേരാണ് പതനം എന്നുള്ളത്, ഫോൾ ഓഫ് മാൻ. അതാണ് എൻ്റെ അർത്ഥം.
മനുഷ്യ ആത്മാവിന് ദൈവത്തോടുള്ള അല്ലെങ്കിൽ ദൈവ ആത്മാവിനോടുള്ള കൂട്ടായ്മ ആചരിക്കുക അതിൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ മർമ്മമായിരിക്കെ ആ കൂട്ടായ്മയ്ക്ക് എന്താണ് പറയുന്നത്, മുറിവ് സംഭവിക്കുക, അത് അറ്റുപോവുക, തൽഫലമായി ദൈവമനുഷ്യനുമായി അകന്നു പോവുക. അതുകൊണ്ട് ആത്മാവ് മരിച്ചു പോകുന്നില്ല, പക്ഷെ അത് ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിർജീവമായി തീരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളിൽ ഒരു വെളിച്ചമുണ്ട്, ഒരു വിളക്കുണ്ട്. പക്ഷെ ആ വിളക്ക് പറയിൻ കീഴിലാണ്. അതിൻ്റെ വെളിച്ചം പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. നിങ്ങളുടെ അവസ്ഥ അതാണ്. ആ അവസ്ഥയിൽ നിങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഈ ആദ്യം കാണിച്ച ഉദാഹരണങ്ങളെ പോലെ മാത്രമേ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ലോകത്തിലുള്ള നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാനോ സാധിക്കുകയുള്ളൂ എന്നാണ് യേശുവോടെ പറയുന്നത്. അപ്പോൾ നാം എന്തുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, സ്നേഹത്തിൻ്റെ അവസ്ഥ ഒന്നായിത്തീരുന്ന അവസ്ഥയാണ്. അത് പറഞ്ഞുകൊണ്ടാണ് വേദപുസ്തകം ഒരുപക്ഷെ ആരംഭിക്കുന്നത് തന്നെ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് ഒരു പുരുഷൻ അവൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് അവൻ്റെ ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ശരീരമായി തീരും. സ്നേഹമുണ്ടെങ്കിൽ ഒന്നിപ്പിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ നാം ദൈവത്തെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശരീരത്തോടും സ്നേഹിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നാം ദൈവവുമായി താതാത്മ്യം പ്രാപിക്കും, നാം ദൈവത്തിൻ്റെ ഉള്ളിൽ വസിക്കും. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 4-ാം വാക്യം, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ സ്നേഹിപ്പീൻ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ സ്നേഹിപ്പീൻ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. പക്ഷേ ഇനിയുമാണ് നാം വ്യക്തമായതിൻ്റെ പ്രാവർത്തികമായ സ്വഭാവം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കാനായി സാധാരണ മനുഷ്യ സ്വഭാവത്തിന് കഴിയുകയില്ല. നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട്. ആത്മാവ് ദൈവികമായ അംശമാണ്. ഈ ആത്മാവാണ് നമ്മുടെ ജീവൻ്റെ ഉറവിടം, ജീവൻ്റെ രഹസ്യം, ജീവൻ്റെ മർമ്മം. യാതൊരു സംശയമില്ല, നാം ജീവിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ആത്മാവ് ഈ വിളക്ക് കത്തിച്ച് പറയിൻ കീഴെ വെച്ച് എൻ്റെ വെളിച്ചം പ്രകടിപ്പിക്കാൻ കഴിയാത്ത പോലെ ശ്വാസം മുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ദൈവവുമായി നിരന്തരമായി കൂട്ടായ്മ ആചരിക്കുവാൻ ആവശ്യമുള്ള ആത്മാവ് അതിൽ നിന്ന് വേറിട്ട അവസ്ഥയിലാണ്. അതാണ് മനുഷ്യർ വ്യക്തിപരമായും സമൂഹമായും കൂട്ടമായും നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലെ വിമ്മിഷ്ടത്തിൻ്റെയും അരിഷ്ടതയുടെയും അസ്വസ്ഥതയുടെയും കാരണമെന്ന് യേശു വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ദൈവമുണ്ടെന്ന് വിശ്വസിക്കുവാനും ദൈവത്തോട് കൂട്ടായ്മ ആചരിപ്പാനും യേശു പറഞ്ഞു ഞാനിവൻ്റെ പിതാവ് ഒന്നാണ് എന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ പ്രാപിപ്പാനും കഴിയാത്തത് എന്ന് ചോദിച്ചാൽ, സ്നേഹത്തിൽ കൂടെ ദൈവത്തിൽ വസിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തോട് താതാത്മ്യം പ്രാപിപ്പാനുള്ളൊരു വ്യക്തിത്വ അനുഭവമല്ല, അവസ്ഥയല്ല നമ്മുടേത് എന്നതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ ആത്മാവ് നിർജീവമായി അതിൻ്റെ സ്വഭാവത്തെ വേണ്ടതുപോലെ പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ യേശുവിൻ്റെ പ്രതീകം വെച്ച് പറഞ്ഞാൽ, ഈ വിളക്ക് പറയിൻ കീഴിൽ വെച്ചിരിക്കുന്നത് പോലെ ആയിരിക്കുന്ന അവസ്ഥയിൽ നാം ദൈവത്തോട് ദൂരീകരിക്കപ്പെട്ട് ആ ദൂരീകരിക്കപ്പെട്ട അവസ്ഥയെ ഒന്ന് ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവമില്ല എന്ന് മനുഷ്യൻ പറയും. എന്നാൽ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുകയും അങ്ങനെ വിശ്വസിക്കുന്ന നിമിഷം മുതൽ അങ്ങനെ ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ സ്നേഹിക്കുക എന്നതിൻ്റെ ആത്യന്തികമായ കടമയാണ്. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിൽ സ്നേഹിക്കണം. ആ സ്നേഹത്തിൻ്റെ ഫലമായി ഞാനും ദൈവവും ഒന്നായിത്തീരുന്നു. യേശുവിൻ്റെ അവസ്ഥ ഞാനും പ്രാപിക്കുന്നു. അങ്ങനെ വരണമെങ്കിൽ എൻ്റെ വ്യക്തിത്വം അതുപോലെ വളരണം. ഇത് വ്യക്തമായി മനസ്സിലാക്കുക. പീറകൾക്ക് ദൈവത്തിൽ വസിക്കാൻ സാധ്യമല്ല. പീറകളുടെ ഉള്ളിൽ ദൈവം വസിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ഇതാണ് ആത്മീയതയുടെ ബാലപാഠം. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ മനുഷ്യർക്ക് ആവശ്യമുണ്ട് എന്നത് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയായി നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും അല്ലെ ശരീരത്തോടും സ്നേഹിക്കണമെന്ന് പറയുന്നത്. അത് മനുഷ്യൻ എപ്രകാരം വളരണം എന്ന സൂചനയാണ്. സ്നേഹത്തിൽ കൂടെ മനുഷ്യൻ വളരുന്നു.
സ്നേഹമാണ് ജീവന്റെ ഉറവിടമെന്ന് നാം എക്കാലത്തും പറയാറുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നാം തിരിച്ചറിയേണ്ട കാര്യം, സ്നേഹമെന്നത് വളർച്ചയുടെ മർമ്മമാണ്. നാം എന്തിനെയെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അതിനോടുള്ള ബന്ധത്തിൽ നാം വളർന്നിരിക്കും. ഞാൻ ഇംഗ്ലീഷ് ഭാഷയെ സ്നേഹിച്ചു. അതിൻ്റെ ഫലമായി ഒരു ചെറിയ തോതിലെങ്കിലും ആ ഭാഷയിൽ എനിക്ക് വളരുവാനിടയായി. ഞാൻ ഇംഗ്ലീഷ് സാഹിത്യത്തെ സ്നേഹിച്ചു. അതിലല്പം വളരുവാനിടയായി. ഞാൻ വിജ്ഞാനത്തെ പൊതുവായി സ്നേഹിച്ചു. അതുകൊണ്ട് അല്പം ആ മേഖലയിൽ വളരുവാനിടയായി. ഞാൻ സംഗീതത്തെ സ്നേഹിച്ചുവെങ്കിലും അവിടെ വളരാൻ ഇടയായില്ല. കാരണം ആ സ്നേഹമനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചില്ല. അതുകൊണ്ട് തന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്നേഹത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് സോറൻ കീർക്കെഗാർഡ് എന്ന് പറയുന്നത് എനിക്ക് വളരെ താല്പര്യമുള്ള ഡച്ച് ഫിലോസഫർ. സ്നേഹത്തെപ്പറ്റി എഴുതിയിട്ടുള്ള പുസ്തകം നിങ്ങൾക്കറിയാം, ദ വർക്ക്സ് ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ. സ്നേഹമുള്ളിടത്ത് പ്രവൃത്തി ഉണ്ടായിരിക്കും, പ്രവൃത്തിയിൽ കൂടെ വളർച്ചയുണ്ടായിരിക്കും. ഇതാണ് അതിനകത്തെ മർമ്മം. അപ്രകാരം വളർച്ച പ്രാപിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ സ്നേഹിക്കാനുള്ള വ്യക്തിത്വം പ്രാപിക്കത്തക്കവണ്ണം നമ്മെ തന്നെ വളർത്തിയെടുക്കാനുള്ള കടമ നമുക്കുണ്ട് എന്ന ഒരു തിരിച്ചറിവ് പ്രാപിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട നോയമ്പായി 2026 നോയമ്പ് ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്, അത് എൻ്റെ ഉള്ളിലും എൻ്റെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.